زاهد رضي الله رضي الله رضي الله عن شيخ الكرام رضي الله رضي الله رضي الله عن حسن الزاهد رضي الله رضي الله رضي الله عن شيخ الكرام رضي الله رضي الله رضي الله عن حسن الزاهد رضي الله رضي الله رضي الله عن شيخ الكرام رضي الله رضي താരങ്ങൾ മിന്നുന്ന നീലമേലാപ്പിൻ ചോട്ടില് താജിൽ മുറബിയായി ഹസനു സാഹിദ് തിങ്കള് ത്യാഗം സഹിച്ച് ബഹറും താണ്ടുന്നു തങ്ങള് തേടുന്നതായ നഖ്ശബന്ദി പൂന്തന്നല് താരങ്ങൾ മിന്നുന്ന നീലാമേലാപ്പിൻ ചോട്ടില് താജുൽ മുറാബിയായി ഹസനു സാഹിദ് തിങ്കള് ത്യാഗം സഹിച്ച് ബഹറും താണ്ടുന്നു തങ്ങള് തേടുന്നതായ നഖ്ശബന്ദി പൂന്തന്നല് ചേരുന്നുണ്ടാ വഴി സിദ്ദീഖും പിന്നെ ത്വഹയും ചേരാം വിസാലല്ലാഹ് കുല്ലുൻ അൻഹു റളിയല്ലാഹ് ചേരുന്നുണ്ടാ വഴി സിദ്ദീഖും പിന്നെ ത്വഹയും ചേരാം വിസാലല്ലാഹ് കുല്ലുൻ അൻഹു റളിയല്ലാഹ് ലാഹിറും ബാത്തിനും ചേർന്നൊഴുകും ബഹറുല്ലാഹ് മാനിയത്തെല്ലാം മാറ്റിയിടുന്ന ഖുത്ബുല്ലാഹ് താരങ്ങൾ മിന്നുന്ന നീലമേലാപ്പിൻ ചോട്ടില് താജുൽ മുറബിയായി ഹസനു സാഹിദ് തിങ്കള് ത്യാഗം സഹിച്ച് ബഹറും താണ്ടുന്നു തങ്ങള് തേടുന്നതായ നഖ്ശബന്ദി പൂന്തന്നല് നഖ്ശുകൾ ബന്ദാക്കി പൂത്തുലഞ്ഞു ശജറുല്ലാഹ് നൂറാൽ പാരാഗണം ശൈഖുർ റഹ്മാൻ വലിയുല്ലാഹ് നഖ്ശുകൾ ബന്ദാക്കി പൂത്തുലഞ്ഞു ശജറുല്ലാഹ് നൂറാൽ പാരാഗണം ശൈഖുർ റഹ്മാൻ വലിയുല്ലാഹ് നൽകുന്നു നൂറിൻ തെളിഞ്ഞ കിതാബ് സുഹദുല്ലാഹ് നഖ്ശബന്ദി സൂനം അബ്ദുൽ ഖാദിറാൽ സൈഫുല്ലാഹ് താരങ്ങൾ മിന്നുന്ന നീലമേലാപ്പിൻ ചോട്ടില് താജുൽ മുറബിയായി ഹസനു സാഹിദ് തിങ്കള് ത്യാഗം സഹിച്ച് ബഹറും
തങ്ങള് തേടുന്നതായ നക്ഷബന്ദി പൂന്തന്നല് സിറുൽ വജൂദെന്ന ബഹറിലാടുന്ന നേരത്ത് സിയം വലിയോരെ കൈപ്പിടിത്തുള്ള പൂമുത്ത് സിറുൽ വജൂദെന്ന ബഹറിലാടുന്ന നേരത്ത് സിയം വലിയോരെ കൈപ്പിടിത്തുള്ള പൂമുത്ത് സുബ്ഹാനേ തായെന്നും ഇവരാൽ ഞങ്ങളിൽ റഹ്മത്ത് സൂര്യകാന്തിയിലെങ്കും റഹ്മാൻ ശൈഖോരെ ഹിദായത്ത് താരങ്ങൾ മിന്നുന്ന നീലമേലാപ്പിൻ ചോട്ടില് താജുൽ മുറബിയായി ഹസനു സാഹിദ് തിങ്കള് ത്യാഗം സഹിച്ച് ബഹറും താണ്ടുന്നു തങ്ങള് തേടുന്നതായ നക്ഷബന്ദി പൂന്തന്നല് താരങ്ങൾ മിന്നുന്ന നീലമേലാപ്പിൻ ചോട്ടില് താജുൽ മുറബിയായി ഹസനു സാഹിദ് തിങ്കള് ത്യാഗം സഹിച്ച് ബഹറും താണ്ടുന്നു തങ്ങള് തേടുന്നതായ നക്ഷബന്ദി പൂന്തന്നല് അതിന് അള്ളാഹു അതിന് പ്രതിഫലം അതിന് ഹൈറായ തക്കതായ പ്രതിഫലം അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ. ഇനിയൊരു വിശാലമായിട്ട് കൊണ്ടുപോകാനും ഇത് ഇനിയും നിർമ്മാണ പ്രവർത്തനം നടത്താനും അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. ഉപ്പാപ്പ ആദ്യകാലങ്ങളിൽ ഇബാദത്ത് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ പുലികളൊക്കെ വന്ന് താമസിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. വലിയ വലിയ പാറകൾ ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതെല്ലാം. അപ്പം എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ മക്കാമിൽ വന്ന് സിയാറത്ത് ചെയ്ത് ഈ സ്ഥലങ്ങളൊക്കെ കാണുക. ഉപ്പാപ്പ ഇബാദത്ത് ചെയ്തിരുന്ന സ്ഥലമാണ്. പള്ളിയിൽ നിന്ന് കുറച്ച് മാറിയാണ്. ഫുള്ള് കാടെല്ലാം പിടിച്ചിരുന്നൊരു സ്ഥലമാണ്. അവിടെ വന്നിരുന്നിട്ട് ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്യും. കൂടെ വേറെ ആളുകളും ഉണ്ടായിരുന്നു. ഇവിടെ വന്നിരിക്കാറുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇത് ഉപ്പാപ്പായുടെ കാലഘട്ടം ഇവിടെ ഉപ്പാപ്പ വന്ന് വിശ്രമിക്കുന്ന സ്ഥലമാണ്. ആ സമയത്ത് ഇവിടെ നെരിയും പുലിയും പല മൃഗങ്ങളും ഇവിടെ ഉപ്പാപ്പാരെ തമ്പടിക്കുന്നുണ്ട്. ഉപ്പാപ്പായിട്ട് നല്ല ബന്ധമായിട്ടുണ്ട്. ഉപ്പാപ്പാക്ക് കാവല് പല പാമ്പുകളും ഇങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാലഘട്ടം മകനാന്ന് പറയുന്നത് സലാം, വയനാട്ടിൻ്റെ സലാം മകൻ. ആ മകനെ എന്നോട് ആ കഥ പറഞ്ഞാണ്. അവർ എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ മുംബൈയിലെ അനുഭവമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് ഉപ്പാപ്പാൻ്റെ കാലഘട്ടം. അത് വലിയൊരു സംഭവമാണ്. ഉപ്പാപ്പാൻ്റെ ഹയാത്തിൽ തന്നെ ഒരുപാട് വേറെയും പല സംഭവം നടന്നിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് ഞാൻ പറയുന്നില്ല. ഒരു സൂചന മാത്രം തരുന്നു. ഇത്രയിലെ പാറ, ഈ പാറേൻ്റെ ഉള്ള കമ്പടിക്കണം ശരിയാൻ പറ്റും. അപ്പോൾ ഉപ്പാപ്പ ഇവിടെ ഉണ്ടാവും, വിശ്രമിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുമ്പോൾ അത് ഇന്നും ആ പാറ നിലനിർന്നിട്ടൊക്കെയുണ്ട്. മൃഗങ്ങളില്ലാതെ മാത്രമേ ഇല്ല, മറ്റൊക്കെ ഇങ്ങനെ ഒരു അനുഭവമായിട്ട് ഇങ്ങനെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഹൈറാവട്ടെ. ഇങ്ങനെ ഒരു വലിയൊരു മഹാനാണ്, ഒരു വലിയൊരു മഹത്തുൻ്റെ മഹാനാണ്. ശരിക്കും
നമ്മൾ പിന്നെ മടവൂർ പാപ്പാടത്ത് പോയാൽ അയാൾക്ക് കളിച്ച് പോയാൽ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾ ചായക്കൂടുന്ന അവിടെ തന്നെ അസം മുസ്ലിയാരെ കണ്ടാൽ മതി. അവിടെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ ഒരു കാലഘട്ടമുണ്ട്. അതിനും പറഞ്ഞ ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവമാണ്. ഏകദേശം മടവൂർ ഉപ്പാപ്പം നമ്മളെ ചായക്കോട് നമ്മളെ ഉപ്പാപ്പ എൻ്റെ ഷേഖ്, ആ ഷേഖ് നല്ലൊരു ബന്ധമാണ്. ആ ബന്ധം ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ ഇത് സംഭവം ഇനി ഇന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മയിലും പിന്നെ പാമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ചുറ്റും നടക്കുന്നത് കാണാറുണ്ട്. ഞങ്ങൾ വന്ന സമയത്തും ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് റാഹത്തായിട്ട് സിയാറത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പം എല്ലാവരും വന്ന് സിയാറത്ത് ചെയ്യുക, ഈ സ്ഥലങ്ങളൊക്കെ കാണുക. അതുപോലെ മടവൂരുപ്പാപ്പയായിട്ട് നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു ഷെയ്ഖ് ഹസൻ സാഹിദ് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ മക്കാമാണിത്. ഹസൻ സാഹിദ് തങ്ങൾ പാപ്പാടെ മകനാണ് അബ്ദുൽ ഖാദർ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ. അതുപോലെ ഇത് ഹസൻ സാഹിദ് തങ്ങൾ പാപ്പാടെ മക്കാമാണ്. ഇന്നും മടവൂർ പാപ്പാടെ പാപ്പ താമസിച്ച വീടിൻ്റെ ഉള്ളിൽ ഇന്നും ഷെയ്ഖ് ഹസൻ സാഹിദ് തങ്ങൾ പാപ്പാടെ ഫോട്ടോ ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു പാപ്പാടെ ഒരു ഫോട്ടോ. ഇന്നും ചുമരിൽ ഇന്നും അവിടെ തന്നെ ഉണ്ട്. ഷെയ്ഖ് ഹസൻ സാഹിദ് തങ്ങൾ പാപ്പാടെ മക്കാമ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് സിയാറത്ത് ചെയ്യുക. പാപ്പാടെ പഴയകാല ഫോട്ടോ, പാപ്പാടെ മകനും പാപ്പയുമായി ഉള്ള ഫോട്ടോ ആണ്. അതുപോലെ നമ്മളെ ദാരിം ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പാപ്പാൻ്റെ മുരീദാണ്. നിസ്കാരപ്പള്ളിയാണ് ഇവിടുത്തെ. ഇതാണ് പാപ്പാടെ കാലഘട്ടത്തിൽ രണ്ടാമത്തെ പള്ളി. ഈ പള്ളി കുറേ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും കുറേ എന്തൊക്കെ നടക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഇവിടുത്തെ മൊഴിയിലാത്തുകൊണ്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി എല്ലാവരും സഹായിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും. ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ തൂത കൊട്ടാരക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. തൂതയിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയാണ് മക്കാം സ്ഥിതി ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.